സാവിയെ റാഞ്ചാൻ മിയാമി. അതെ, നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് സാവിയെ റാഞ്ചാൻ മിയാമി, സാവിക്കും ഗല്ലാർഡോയ്ക്കും വലവിരിച്ച് ഡേവിഡ് ബെക്കം. അതെ, ഇന്റർ മിയാമിയുടെ പുതിയ ഹെഡ് കോച്ചായി സാവി ഹെർണാണ്ടസിനെയോ അല്ലെങ്കിൽ മാർസലോ ഗല്ലാർഡോയെയോ നിയമിക്കാൻ ക്ലബ്ബ് ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ സാവി വന്നാൽ നമുക്കറിയാം, സാവിയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്രത്തോളം എന്തിനോളം പറയുന്നു. ബാഴ്സലോണയിലേക്ക് അദ്ദേഹത്തെ ഹെഡ് കോച്ചായി നിയമിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. സോ അദ്ദേഹത്തിന് അന്ന് കൂടുതലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം കിഡിലം സ്ക്വാഡിനെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹമാണ്. ഇന്ന് കാണുന്ന ബാഴ്സലോണയുടെ ഒരു പകുതി ശതമാനം അല്ലെങ്കിൽ ഒരു 60% പ്ലേയേഴ്സിനെയും പൊസിഷനൊക്കെ റെഡിയാക്കിയത് സാവിയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്റർ മിയാമി എന്നൊക്കെ പറയുന്ന ഒരു ടീമിലേക്ക്, പ്രത്യേകിച്ച് ലയണൽ മെസ്സിയൊക്കെ കളിക്കുന്ന ഒരു ടീമിലേക്ക് സാവിയെ പോലെയുള്ള കോച്ചിനെ കൊടുന്നാൽ അത് ഇന്റർ മിയാമി എന്ന ടീമിന് തന്നെ ആ ലീഗിൽ തന്നെ കിടിലം പെർഫോമൻസ് കഴിക്കാൻ കഴിയും. പിന്നെ നമുക്കറിയാം ഡേവിഡ് ബക്കമാണ്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു സൈക്കോയാണ് സത്യം പറഞ്ഞ കേട്ടോ. ഒരു സൈക്കോ. കിണ്ണം പ്ലേയേഴ്സിന് എല്ലാവരും മൂപ്പര് നല്ല കൊണ്ടുവരുന്നുണ്ട്. ലയണൽ മെസ്സിയെ കൊടുന്നപ്പോൾ അദ്ദേഹം ബുദ്ധി കളിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ലയണൽ മെസ്സിയൊക്കെ കൊടുന്നപ്പോൾ തന്നെ ആരും വിചാരിച്ചിട്ടില്ല ഇത്രയും ചെറിയ ഒരു ടീമിക്ക് ലയണൽ മെസ്സിനെ പോലത്തെ ഉള്ള ആളൊക്കെ കൊണ്ടുവരാന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഡേവിഡ് ബക്കാമിനെ കുറിച്ച്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഡീറ്റെയിൽസ് ആയിട്ടൊന്നും വലുതാക്കി നീട്ടി വലിച്ച് പറയുന്നില്ല. ഏതായാലും സാവി വന്നാലേ മയാമിൻ്റെ അവസ്ഥ ഇതിലേക്കാളും പൊളിയേക്കാരെന്നുള്ളത് ഞാൻ പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.